അവിടെ ലാലേട്ടൻ വന്ന അമ്മ. ആ വന്നടാ. ഇതെന്തോ വെള്ള സാരി കൊടുത്തോണ്ടിരിക്കുന്ന തിരുവനന്തപുരം ഉണ്ടായിരുന്ന? അല്ല എന്നെ ദീപാവലി സ്പെഷ്യൽ ആയതുകൊണ്ട് ലാലേട്ടൻ കണ്ടില്ലേ വെള്ള ചുപ്പിട്ടുണ്ടോന്നുണ്ട് ഞാൻ വെള്ള സാരി കൊടുത്തു. വെള്ള സാരി? ആ സെറ്റാടാ. എന്നിട്ട് മറ്റേന്തി? സെറ്റ് സാരിയാടാ പൊട്ട, സെറ്റ് സാരി. ഓ അത് ശരിയാ. ഇതിന്റെ അകത്ത് എന്തോ ആയി? അതിനകത്ത് അനുവിനെ ലാലേട്ടൻ പൂത്തിരി കത്തിച്ച് തമ്പുരാട്ടിയെ പിടിച്ച് വക്കീലാക്കി. അടിപൊളി. എന്നിട്ട് അതിനകത്ത് പാവ പോയതിനെ കുറിച്ചൊക്കെ അതിനകത്ത് വിചാരണ നടക്കുന്നു. ആളെ കിട്ടിയോ? ആളെ കിട്ടുമ്പോഴത്തേക്ക് അവിടെ പിന്നെ അമിട്ട് പൊട്ടിക്കാനായിട്ട് ഇരിക്കുക. അമിട്ടോ? ആ ദീപാവലി അല്ലയോടാ, അമിട്ട് പൊട്ടിക്കാനായിട്ട് ഇരിക്കുക. ആളെ കിട്ടിയ ഉടനെ ലാലേട്ടൻ. അയ്യോ, നിങ്ങൾ പറഞ്ഞത് ഈ ആഴ്ച നെവിൻ പോകുമെന്നല്ലേ പറഞ്ഞേ? അല്ല, നെവിൻ നല്ലപോലെ കളിക്കുന്നടാ. നെവിൻ പോണ്ട, പിന്നെ തമ്പുരാട്ടി പോലെ ആയിരിക്കും നല്ലത്. അത് ശരി. ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ ഇട്ടേക്കുന്ന പോസ്റ്റും കാര്യങ്ങളും എല്ലാം കണ്ട് മനസ്സിലാക്കിയപ്പോഴത്തേക്കും നെവിൻ അല്ല ലക്ഷ്മിന്ന് മാറ്റി പറയുന്നു. ഞാനൊന്നും കണ്ടിട്ടല്ല, ഞാൻ ഇവിടെ ഇരുന്ന് കളി കണ്ടിട്ടാ. ഞാൻ ഫേസ്ബുക്ക് ഒന്നും നോക്കിയില്ല. അപ്പൊ നിങ്ങൾക്ക് നെവിനെ ഇപ്പൊ ഇഷ്ടമാ? നെവിനെ ഇഷ്ടം പറഞ്ഞാൽ നെവിൻ നല്ലപോലെ കളിക്കുന്നു. നിങ്ങളിപ്പോ നെവിന്റെ ആരാധികയായി സമയമായപ്പോ? അല്ല, അനീഷിന്റെ ആരാധിക തന്നെ. പിന്നെ ഇന്നലെ അനീഷിനെ പിടിച്ച് ജയിലിലൊക്കെ ഇട്ടടാ. അതൊരു വിഷമായിരുന്നു. അയ്യോടാ, ഭയങ്കര വിഷമായി പോയി. അതല്ലേ ഞാൻ ആലോചിക്കുന്നേ. എന്തുവാ ഈ 10-20 ദിവസം കൂടെ കഴിയുമ്പോഴേ നിങ്ങൾ എന്തോ പറയുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. അത് അവിടെ പോയപ്പോ ലാലേട്ടന്റെ അടുത്ത് ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ചോദിക്കണ്ടായിരുന്നല്ലേ? അതിന് ലാലേട്ടന്റെ അടുത്ത് ഞാൻ ചോദിക്കാം. ലാലേട്ട സിനിമ സംവിധാനമല്ലല്ലോ. ബേസിൽ ജോസഫിന്റെ അടുത്ത് ഒരു അവസരം ചോദിക്കും. ആ ജോസഫിന്റെ അടുത്ത് പറയടാ. ഞാൻ പറയാം, എന്റെ കൂടെ പള്ളിപ്പേരെ പഠിച്ചെങ്ങാനോ. എന്നാ പിന്നെ നമ്പർ ഇതാ, ഞാൻ പറയാം. നമ്പർ തരണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ മെസ്സേജ് അയച്ചായി. പക്ഷെ നിങ്ങളുടെ ഒന്നും മെസ്സേജ് ചിലപ്പോൾ കാണാൻ ചാൻസ് ഇല്ല. പിന്നെ ലാലേട്ടൻ എന്റെ മെസ്സേജ് കണ്ടു. പിന്നെ ഇനി ജോസഫ്. ജോസഫിന്റെ അടുത്ത് ഒരു ചാൻസ് വരും. അത് ഞാൻ ചോദിക്കാം, മെസ്സേജ് അയച്ച് ചോദിക്കാം. ഞാനും വരണ്ടേ? നീ വരണ എന്റെ ഡ്രൈവറായിട്ട്. എനിക്കൊരു ഡ്രൈവറിന്റെ ആവശ്യമില്ലേ? നിങ്ങൾ എന്നെ ഒരുപാട് വിലയിടിച്ച് കാണുന്നു കേട്ടോ. കാര്യം ഞാനായിരുന്നു ഇതിലെ ഹീറോ. ഇപ്പൊ നിങ്ങൾ വന്നതിന് ശേഷം ഞാൻ പിന്തള്ളപ്പെട്ട്. എടാ, വണ്ടിക്ക് ഒരു ഡ്രൈവർ വേണ്ടേ? അത് നിങ്ങൾ കാശ് കൊടുത്ത് വേറെ വെക്കണം ഡ്രൈവർ. എന്നെ നിങ്ങളുടെ മോനായിട്ട് അഭിനയിപ്പിക്കാൻ പറയണം. നീ ആവുമ്പോ കാശ് കൊടുക്കണ്ട, അതറിഞ്ഞൂടെ? ജോസഫിന് മെസ്സേജ് അയച്ചിട്ട് ജോസഫ് കണ്ടിട്ടുള്ള കാര്യമില്ലേ? ലാലേട്ടൻ കണ്ട് ലാലേട്ടന്റെ അടുത്ത് വരെ നമ്മള് പോയി. പിന്നെ നീ ജോസഫ് പൊട്ടനെ ലോട്ടറി അടിച്ചാണ് നിങ്ങൾ അവിടെ എത്തിയത്. ഈ ജോസഫ് ഒന്നും കാണത്തുമില്ല, മനസ്സിലായല്ലേ? കൂടുതൽ ഓവർ വിളച്ചിലും കാര്യങ്ങളും ഒന്നും വേണ്ട. താണ്ട ഞാൻ ചിക്കൻ ബ്രോസ്റ്റഡ് കഴിക്കാൻ വേണ്ടി മേടിച്ചോണ്ട് ഒന്ന് കഴുകി. എനിക്കൊന്നും വേണ്ട, നീ എടുത്തു വെച്ച് കഴിക്കും. അതെന്താ? ഞാൻ ഇതൊന്നും കഴിക്കത്തുമില്ല. ഇത് നീ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി മേടിച്ച് എന്റെ മുമ്പിൽ കൊണ്ട് വെക്കുന്നത്. ഇത് മൊത്തം എന്നിട്ട് തിന്നുന്നത് നീയല്ലേ? കൊളസ്ട്രോൾ. നിങ്ങൾക്ക് കൊളസ്ട്രോൾ ആണ് നാട് മൊത്തം പറഞ്ഞു. എന്നാലും ഒരു പീസ് കഴിച്ചോ? ഒരു പീസും വേണ്ട എനിക്ക്. ആരോഗ്യം വേണം. എന്നാലും ഈ സെറ്റ് സാരിയൊക്കെ എവിടെ ഇറങ്ങുന്നത്? സെറ്റ് സാരിയൊക്കെ ഇഷ്ടം പോലെ ഇരിക്കൊണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങളിലല്ലേ ഉടുക്കാവൂ. അടിപൊളി. ഇനി ഇരിക്കുന്ന നാളെയും സെറ്റ് സാരിയാ. സുഖം ചോദിക്കണ്ടത്.